ഇപ്പോൾ സനീഷ് കുമാർ ജോസഫ് MLA കൂടി ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സനീഷ് കുമാർ ജോസഫ്, താങ്കൾ നടപടി നേരിട്ട MLA-മാരിൽ ഒരാളാണ്. ഈ ചീഫ് മാർഷലിനെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാണ് ഈ സ്പീക്കർ നേരത്തെ പറഞ്ഞത്. ഈ പ്രമേയത്തിലും സഭയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച 3 MLA-മാർ എന്നാണ് താങ്കൾ ഉൾപ്പെടെയുള്ളവരെ വിശേഷിപ്പിക്കുന്നത്. എന്താണ് പ്രതികരണം? ഈ ചീഫ് മാർഷലിന് മർദ്ദനമേൽക്കാനിടയായ സാഹചര്യം എന്താണ്? അതിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കെന്തായിരുന്നു? അല്ല, നിയമസഭ 100% CCTV സർവൈലൻസിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടന്നതെന്നാണെന്ന് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായ ഭക്തജനങ്ങൾക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി അതിശക്തമായ സമരമാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമരത്തിന്റെ ഭാഗമായി വളരെ സമാധാനപരമായി ജനാധിപത്യ അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഉള്ള സമരങ്ങൾക്കാണ് ഞങ്ങൾ അവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഒരാളെയും അവിടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കും. കള്ളം പറയാണ്. അവിടുത്തെ MLA-മാർക്ക് സംരക്ഷണം കൊടുക്കേണ്ട, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്പീക്കർ തന്നെ കള്ളം പറഞ്ഞ് ആളുകളെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് 100 കണക്കിന് വാച്ചാമാടിനെ ഉപയോഗിച്ചുകൊണ്ട് സമാധാനപരമായി സമരം ചെയ്ത ഞങ്ങളെ ആക്രമിക്കുന്ന, അവരെ ദേഹോദരേൽപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതെല്ലാവർക്കും സഭാ TVയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ പ്രശ്നങ്ങളെ മറച്ചു വെക്കാൻ, അയ്യപ്പന്റെ സ്വർണം കട്ട ആ കളവ് മറച്ചു വെക്കാൻ, ആ കളവുകാരെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അതൊരു അംഗീകാരമായിട്ടാണ് കണക്കാക്കുന്നത്. ശബരിമലയിലെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സസ്പെൻഷൻ നേടേണ്ടി വന്നാൽ അതൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സസ്പെൻഷൻ കൊണ്ടൊന്നും പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല. ഇനിയും സഭയ്ക്കകത്തും പുറത്തും ഇത്തരം ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. ഈ ചീഫ് മാർഷലിന്റേത് കള്ളപ്പരാതിയാണോ? തീർച്ചയായിട്ടും. ഇതേ ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ പ്രാവശ്യം KK രമ MLA ആക്രമിച്ചു, കൈയൊടിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുകയും പിന്നീട് എക്സ്റേ എടുത്തപ്പോൾ ഒടുവില്ല എന്ന കാര്യം മനസ്സിലാക്കി ഡിസ്ചാർജ് ചെയ്തും പോവുകയും ചെയ്തിട്ടുള്ളത്. അവിടെ 100% CCTV സർവൈലൻസിലുള്ള സ്ഥലമാണ്. ആർക്ക് വേണമെങ്കിൽ പരിശോധിച്ചാൽ മനസ്സിലാകും. അവിടെ ഈ പറയുന്ന 100 കണക്കിന് വാച്ചന്മാര് ഞങ്ങളെ ആക്രമിക്കുന്ന, ഞങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് അവിടെ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവരുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ആളുകളാണ് ഞങ്ങൾ. അപ്പോ അത് ഒരു MLA, ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്പീക്കർ തന്നെ ഇതുപോലെ ഉള്ള കള്ളം പ്രചരിപ്പിക്കുകയും നടപടിയെടുക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത്. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ ഇത്തരം നടപടികൾ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു തരത്തിലുമുള്ള റിഗ്രറ്റ് ആ കാര്യത്തിലില്ല. ശരി, വളരെ നന്ദി ശ്രീ സനീഷ് കുമാർ ജോസഫ് പ്രതികരിച്ചതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.